എല്ലാവർക്കും നമസ്കാരം. ജോളി മത്തായി ഒരു ബ്ലോഗാണ്, ഒരു കുക്കിംഗ് ബ്ലോഗാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഇതാണ് ചേമ്പിൻ്റെ താള. ചേമ്പിൻ്റെ താള നമ്മൾ ചേമ്പിൽ നിന്ന് മുറിച്ചെടുക്കുന്നതാണ്. ഈ ചേമ്പിൻ താള് വെച്ചൊരു മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുറിച്ചിട്ടുണ്ട്. മേലെ തൊലി ചെത്തിക്കളയുകയാണ്. തൊലി നമ്മൾ ഇങ്ങനെ ചെത്തിക്കളയുകയാണ്. ഇതിൽ തൊലി ചെത്തിക്കളയുകയാണ്. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് നമ്മളിതിൻ്റെ പുറംതൊലി ചെത്തിക്കളയണം. ഈ ചുമന്നിരി പച്ച കളറിലുള്ള തൊലി നമുക്ക് ചെത്തിക്കളയാം. നമ്മളതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയുകയാണ്. കൂട്ടുകാർ, നമ്മുടെ ചേമ്പിൻ്റെ താളെല്ലാം തൊലി കളഞ്ഞ് പുറത്തെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി വെക്കുന്നത് നമ്മുടെ ഇത് ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പം ഈ ചേമ്പിൻ്റെ താള് കഴിക്കാൻ നമ്മൾ നാക്ക് ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ് പുളി വെക്കുന്നത്. അത് ന്യൂട്രലൈസ് ചെയ്തോളും ഈ പുളിയുള്ളപ്പം. പിന്നെ നമുക്ക് ആ പുളി എടുത്ത് കളയാം. ഇതിനൊരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. എണ്ണ ഇപ്പം ഞാൻ ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. കുറച്ച് എണ്ണ, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം കടുകിടാം. കടുകിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി, കരിയാപ്പില ഇട്ടു, ഉള്ളി ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് നമുക്ക് അല്പം മഞ്ഞൾ ശകലം ഞാൻ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണേൽ മറ്റേ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് വേണേൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇത് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഈ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പുളിയും കൂടി ഇടുകയാണ്. പുളി ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കും.
ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. ഒട്ടും വെള്ളം ഒഴിക്കരുതെന്ന് വെച്ചാൽ ഈ ചേമ്പിൻതാളിനകത്ത് വെള്ളമുണ്ട്, അതിറങ്ങിയാണ് വേവേണ്ടത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വേവട്ടെ. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വാഴയല്ലല്ലോ, നമ്മുടെ ചീമച്ചേമ്പിൻ്റെ താള് വെച്ചിട്ടൊരു 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. 5 മിനിറ്റായി. അത് അതിൻ്റെ എങ്ങനെ കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിൻതാളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചേമ്പന്താളൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അത് ഇളക്കി ഇങ്ങനെ വരികയാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാകും നോക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, നല്ല സൂപ്പറാണ്. ഇനി പുളി മാറ്റാം. പുളി നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇതിൻ്റെ ചൊറിയാതിരിക്കാനാണ് ഈ പുളി എടുക്കുക. അത് നമുക്ക് മാറ്റാം. പുളി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് പുളി ഇടുന്നതിൻ്റെ കാരണം ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, ഈ ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നല്ല ചോറിനാനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയൊരു കറിയാണിത്. സൂപ്പർ കറിയാണ്. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നതിനകത്ത് വേണമെങ്കിൽ കുരുമുളക് ചേർക്കണമെങ്കിൽ കുരുമുളക് ചേർക്കാം. വെളുത്തുള്ളി ചതച്ചിടണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടാം. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളക് ഇട്ടാൽ കുരുമുളകിൻ്റെ ടേസ്റ്റുള്ള ഇഷ്ടമുള്ളവർ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് പറയാം. ആദ്യം നമ്മൾ ചേമ്പിൻ്റെ താളെടുക്കുക, അതിൻ്റെ കരിന്തോലി ചെത്തിക്കളയുക, എന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഒരു സവാള, പച്ചമുളക് വേണേൽ പച്ചമുളക്, പിന്നെ ഞാൻ ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം ഉള്ളി വഴറ്റുക, കടുകിട്ട് പൊട്ടി ഉള്ളി വഴറ്റുക. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് സൂപ്പറായിട്ടൊരു സൂപ്പർ മെഴുക്കുവരട്ട് കിട്ടും. നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനുമുള്ള സൂപ്പർ മെഴുക്കുവരട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ തരുന്ന എനിക്ക് തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പം നിങ്ങൾ എന്നെ എൻകറേജ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കും. ഗോഡ് ബ്ലെസ് യു. ബൈ.